ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും മാഷൻ ഡീസൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ദിവസം 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മലയാളമാണ് പരീക്ഷ വരുന്നത് അല്ലേ? അപ്പോൾ ടീച്ചർ നിങ്ങൾക്കുള്ള പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും തന്നെ സമയം കളയാനായിട്ടില്ല, വേഗം നമ്മുടെ പരീക്ഷയിലോട്ട് പോകാം അല്ലേ? അതിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് മലയാളത്തിലെ ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 1, സംഭാഷണം എഴുതാനുള്ള ഒരു പ്രവർത്തനമാണ് കേട്ടോ. നമുക്ക് ഒന്നാമതായി തന്നിട്ടുള്ളത്. ചോദ്യം നോക്കിക്കേ. അത്ഭുതമായ ലൈലയുടെയും കുട്ടൻ്റെയും വീട്ടിലെത്തിയത് അവരുടെ സ്കൂളിലാകെ വലിയ വാർത്തയായി മാറി. ലൈലയും കുട്ടനും സ്കൂളിലെ താരങ്ങളായി. അടുത്ത ദിവസം സ്കൂളിലേക്കെത്തിയ ലൈലയോടും കുട്ടനോടും മൈനയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ കൂട്ടുകാർ കാത്തു നിൽക്കുകയായിരുന്നു. ലൈലയെ കണ്ടയുടനെ ഗോകുൽ ചോദിച്ചു, ലൈലേ, നിന്റെ വീട്ടിൽ എന്ത് അത്ഭുതമാണ് നടന്നത്? ലൈലയും ഗോകുലും തമ്മിലുള്ള സംഭാഷണം പൂർത്തിയാക്കാമോ എന്നാണ് മക്കളടുത്ത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഗോകുല് ചോദിച്ചിട്ടുള്ള ഒരു ഡയലോഗ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. ലൈലയെ, നിന്റെ വീട്ടിൽ എന്ത് അത്ഭുതമാണ് നടന്നത് എന്ന് ചോദിച്ചു അല്ലേ. ഇനി അടുത്തത് ആര് മറുപടി പറയണം? ഗോകുലിൻ്റെ അടുത്ത് ലൈല അവൻ്റെ അടുത്ത് മറുപടി പറയണം അല്ലേ. അവൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? മൈന പാട്ട് പാടിയപ്പോൾ മാവ് പൂത്ത് പൂക്കൾ വിരിഞ്ഞു എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഗോകുൽ എന്ത് പറഞ്ഞു? വല്ലാത്ത അത്ഭുതം തന്നെ. ലൈല, അതെ, സ്നേഹത്തെക്കുറിച്ചാണ് മൈന പാടിയത്. ഗോകുൽ, സ്നേഹത്തെക്കുറിച്ചോ? ലൈല, അതെ, ലോകത്തെ എല്ലാത്തിനെയും നാം സ്നേഹിക്കണം. ഗോകുൽ, ശരിയാ, സ്നേഹത്തിന് മാത്രമേ പ്രകൃതിയെ സന്തോഷിപ്പിക്കാൻ കഴിയൂ എന്ന് മൈന പഠിപ്പിച്ചു അല്ലേ. ലൈല, അതേ ഗോകുൽ. അപ്പം ഇതേ രീതിയിലൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സംഭാഷണം എഴുതി പൂർത്തീകരിക്കാവുന്നതാണ്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, നിങ്ങളുടെ പേരും സ്കൂളിൻ്റെ പേരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. പ്രവർത്തനം 2, പാചകക്കുറിപ്പ്. ഫെബ്രുവരി 21 GLPS മന്താരക്കാവ് വലിയ ആഘോഷത്തിനായിരുന്നു. വളരെ നാളുകൾക്ക് ശേഷം അന്നാണ് എല്ലാ കൂട്ടുകാരും ഒരുമിച്ച് സ്കൂളിലേക്ക് എത്തിയത്. ആ സന്തോഷത്തിൽ എല്ലാവർക്കും വിഭവസമൃദ്ധമായ സദ്യയൊരുക്കി. എന്തെല്ലാം വിഭവങ്ങളായിരുന്നെന്നോ? സാമ്പാർ, അവിയൽ, പച്ചടി, പുളിശ്ശേരി, പായസം. സദ്യവട്ടത്തിലെ ഏതെല്ലാം വിഭവങ്ങൾ തയ്യാറാക്കുവാൻ നിങ്ങൾക്കറിയാം? അവ തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം? എങ്ങനെയാണ് പാചകം ചെയ്യുന്നത്? നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ഭക്ഷ്യവിഭവത്തിൻ്റെ പാചകക്കുറിപ്പ് തയ്യാറാക്കാമോ എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈസി ആയിട്ടുള്ള ഏതെങ്കിലും ഒന്നിൻ്റെത് തയ്യാറാക്കിയാൽ മതി. ടീച്ചർ ഇവിടെ ഇപ്പോൾ പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്ന വിധം എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ആവശ്യമായ സാധനങ്ങൾ എഴുതാം. മോര്, വെള്ളരിക്ക, ചെറിയുള്ളി, തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വറ്റൽമുളക്, എണ്ണ, വെള്ളം, ഉപ്പ്. അപ്പം ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കുന്ന വിഭവത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ആദ്യം ലിസ്റ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം തയ്യാറാക്കുന്ന വിധം മക്കൾ എഴുതണം. നോക്കിക്കേ. വെള്ളരിക്ക തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് വേവിക്കുക. ഇതിലേക്ക് തേങ്ങ, ജീരകം, വെളുത്തുള്ളി എന്നിവ അരച്ച് ചേർക്കുക. ശേഷം മോര് ചേർത്ത് അല്പനേരം ഇളക്കി തീ അണയ്ക്കുക. ശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി ഉലുവയും കടുകും വറ്റൽമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് വഴറ്റുക. അല്പം മുളക് പൊടി കൂടി ചേർത്തിളക്കി പുളിശ്ശേരിയിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഇതേ രീതിയിൽ മക്കൾക്ക് ഒരു പാചകക്കുറിപ്പ് എഴുതി തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ആസ്വാദനക്കുറിപ്പ്. പെണ്ണക്കണ്ണൻ എന്ന കവിത നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അമ്മയും മകനും തമ്മിലുള്ള സ്നേഹവും മകൻ്റെ കുസൃതികളുമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്ന കവിതാഭാഗം വായിച്ചു നോക്കൂ. അമ്മയ്ക്കൊരു ഭംഗി എന്ന് പറയുന്നൊരു കവിത നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. സുഗതകുമാരിയുടെ കവിതയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആദ്യം ആ കവിത ഒന്ന് വായിച്ചു നോക്കാം. എന്നും കാലത്തമ്മേ അമ്മയ്ക്കെന്തൊരു മേളം, അച്ഛനു കാപ്പി ഒരുക്കാൻ, കൊച്ചനിയെത്തിയെ നോക്കാൻ, ചോറും കറിയും വയ്ക്കാൻ, 100 തിരക്കുകൾ തീർക്കാൻ, കുഞ്ഞിനു പാല് കൊടുക്കാൻ, എണ്ണയൊരുക്കി അയക്കാൻ, എന്തു തിടുക്കം ബഹളം, എന്തൊരടുക്കള മേളം, ഒന്നു കുളിക്കാൻ പോലും അമ്മയ്ക്കില്ല നേരം, എങ്കിലും അമ്മേ സഞ്ചിയുമായി ഞാൻ പോകെ, എന്നുടെ നെറ്റിയിൽ ഒരു ഉമ്മ തരുന്നോരമ്മയ്ക്കെന്തൊരു ഭംഗി. അപ്പോൾ വായത്തേൻ സുഗതകുമാരി. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം, ഈ ഒരു കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പാണ് തയ്യാറാക്കേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ വെണ്ണക്കണ്ണൻ എന്ന് പറയുന്ന കവിതയും അതുപോലെ തന്നെ ഈ നമുക്കിവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള കവിതയും ഒക്കെ കൂടി രണ്ടിൻ്റെയും ആശയങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം മക്കൾ എഴുതാനായിട്ട് കേട്ടോ. ഇങ്ങനെയാണ് മക്കളടുത്ത് പറഞ്ഞത്. അമ്മയ്ക്കെന്തൊരു ഭംഗി എന്ന കവിത വായിച്ചല്ലോ, ഇഷ്ടമായില്ലേ? ആസ്വാദനക്കുറിപ്പ് എഴുതു എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെറിയൊരു മോഡൽ ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ.
പ്രകൃതിയോടുള്ള മനുഷ്യരുടെ ക്രൂരതയും സ്ത്രീകളോടുള്ള തെറ്റായ കാഴ്ചപ്പാടുകൾക്കെതിരെ ശബ്ദമുയർത്തിയ കവയിത്രിയാണ് സുഗതകുമാരി ടീച്ചർ. അമ്മ എന്ന സ്ത്രീയോടുള്ള ഉത്തരവാദിത്തങ്ങളാണ് കവയിത്രി വാഴത്തേൻ എന്ന കവിതയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു കുട്ടിയുടെ ശബ്ദത്തിലൂടെയാണ് കവിത മുന്നോട്ടു പോകുന്നത്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന അമ്മ അച്ഛനെ കാപ്പിയെടുക്കുന്നു, കൊച്ചനുജത്തിയെ നോക്കുന്നു, ചോറും കറിയും വെക്കുന്നു തുടങ്ങി 100 കൂട്ടം തിരക്കുകളാണ് അമ്മയ്ക്ക് എന്ന് കുട്ടി പറയുന്നു. കുട്ടിയെ ഒരുക്കാനും കുഞ്ഞിന് പാല് കൊടുക്കാനും എല്ലാം അമ്മ തിടുക്കം കൂട്ടുന്നു. അതിനിടയിൽ അമ്മ ഒന്ന് കുളിക്കാൻ പോലും മറക്കുന്നു. എങ്കിലും സഞ്ചി എടുത്തു പോകുമ്പോൾ എനിക്ക് ഉമ്മ നൽകുമ്പോൾ അമ്മയ്ക്ക് എന്തൊരു ഭംഗിയാണ് എന്ന് കുട്ടി പറയുന്നു. ഈ കവിത എനിക്ക് വളരെ ഇഷ്ടമായി. അമ്മയുടെ ജീവിതം വരച്ചു കാട്ടുന്ന കവിതയാണിത്. ഇനി ഈ കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഈ ഒരു ആസ്വാദനക്കുറിപ്പിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികളും മറ്റു കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് കുറച്ച് കൂട്ടുകാരോട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ ആ മക്കളോട് എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. വായിക്കാം, എഴുതാം. ഞാവൽക്കാടിന് തീ വെച്ചതിൽ പ്രതിഷേധിച്ച് മൃഗരാജന്റെ നേതൃത്വത്തിൽ കാട്ടിൽ യോഗം ചേർന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഈ വിവരം വനശബ്ദം പത്രത്തിൽ വാർത്തയായി വന്നത് നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ പത്രത്തിലെ വാർത്തയാണ് കേട്ടോ നമുക്ക് അവിടെ താഴെ തന്നിട്ടുള്ളത്. ഞാവൽക്കാട്ടിൽ പ്രതിഷേധമിരമ്പി. വടക്കൻ മല. ഞാവൽക്കാടിന് തീ വെച്ചതിൽ പ്രതിഷേധിച്ച് മൃഗരാജന്റെ നേതൃത്വത്തിൽ ഞാവൽക്കാട്ടിൽ യോഗം നടന്നു. യോഗത്തിൽ പങ്കെടുത്ത ആന, കാട്ടുപോത്ത്, മുയൽ, എലി, കടുവ, മാൻ, ഗരുഡമാവൻ എന്നിവർ പ്രതിഷേധമറിയിച്ചു. മനുഷ്യർ കാട് നശിപ്പിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തി നടപ്പിലാക്കാൻ യോഗത്തിൽ തീരുമാനമായി. ബോധവൽക്കരണത്തിനും പോസ്റ്റർ തയ്യാറാക്കുന്നതിനായി മിട്ടു ആനയെ ചുമതലപ്പെടുത്തി. മനുഷ്യരെ പേടിപ്പിച്ചോടിക്കാൻ ബാലുകടുവയെയും വിവരങ്ങൾ സിംഹരാജനെ തത്സമയം അറിയിക്കാൻ ഗരുഡമാവനെയും ഏൽപ്പിച്ചു. മനുഷ്യരുടെ അതിക്രമങ്ങൾ കാടിനെ നശിപ്പിക്കുമെന്നും ജീവജാലങ്ങൾക്കെല്ലാം ഭൂമിയിൽ അവകാശമുണ്ടെന്നും കാട് ഒരു ജീവലോകമാണെന്നും മൃഗരാജൻ ഏവരെയും ബോധ്യപ്പെടുത്തി. അപ്പോൾ ഇതാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ള പത്രവാർത്ത കേട്ടോ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടിയുണ്ട്, നോക്കിക്കേ. വനം എന്ന വാക്കിന് പകരമായി വാർത്തയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമേത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഒരിക്കൽ കൂടി ആ ഒരു ഭാഗം വായിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ ടീച്ചർ ഇപ്പോൾ ഉത്തരം പറയാം, മക്കൾക്ക് സ്വയം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യണേ. നോക്കിക്കേ മക്കളെ, വനം എന്ന വാക്കിന് പകരമായിട്ട് ഉപയോഗിച്ച പദമാണിത്, കാട് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. കാട്ടിലെ വിവരങ്ങൾ തത്സമയം മൃഗരാജനെ അറിയിക്കാൻ ഗരുഡമാവനെ നിയോഗിച്ചത് എന്തുകൊണ്ടാവാം അവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഗരുഡമാവന് പ്രായമുള്ളതിനാൽ, ഗരുഡമാവന് ഉയരത്തിൽ പരന്ന് താഴെയുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയാൻ കഴിയുന്നതിനാൽ, ഗരുഡന്മാവനോട് മൃഗരാജന് സ്നേഹമുള്ളതിനാൽ. എന്തുകൊണ്ടായിരിക്കും മക്കളെ? ഓപ്ഷൻ ബി ആണല്ലേ, രണ്ടാമത്തതാണ് ആൻസർ. ഉയരത്തിൽ പറക്കാൻ പറ്റുന്നതുകൊണ്ടായിരിക്കും അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വനസംരക്ഷണത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്താൻ മിട്ടു ആന ചെയ്തത് എന്തായിരുന്നു മക്കളെ? പോസ്റ്റർ തയ്യാറാക്കിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പ്രതിഷേധം അറിയിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മക്കളെ? അവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എതിർപ്പ് അറിയിച്ചു, ദേഷ്യം അറിയിച്ചു, സങ്കടം അറിയിച്ചു. എന്താണ്? പ്രതിഷേധം അറിയിച്ചു എന്നതുകൊണ്ട് എതിർപ്പ് അറിയിച്ചു എന്നതാണ് അല്ലേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ വാർത്തയ്ക്ക് അനുയോജ്യമായ മറ്റൊരു തലക്കെട്ട് നൽകൂ. എന്ത് നമുക്ക് നൽകാം? ഞാവൽക്കാട് സംരക്ഷിക്കാൻ മൃഗങ്ങൾ ഒത്തുകൂടി. ഇനി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മറ്റ് തലക്കെട്ടുകൾ കൂടി നൽകാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ആ ഒരു ഭാഗത്തു നിന്നുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു പ്രവർത്തനം നോക്കാം. വിവരണം. അച്ഛാ, ഇത്ര കാലമായി ഒരു ഉത്സവം കണ്ടിട്ട് ഇന്നത്തെ ഉത്സവത്തിന് പോയാലോ? ഓമന അച്ഛനോട് ചോദിച്ചു. ശരി, വേഗം തയ്യാറാവൂ. അച്ഛൻ അവളെയും കൂട്ടി ഉത്സവപ്പറമ്പിലെത്തി. ഹായ്, ബലൂണുകൾ, കളിപ്പാട്ടങ്ങൾ, നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ, വാദ്യഘോഷങ്ങൾ. അവൾ അത്ഭുതത്തോടെ ചുറ്റും നോക്കി. ഓമന കണ്ട കാഴ്ചകൾ എന്തെല്ലാമാകാം. അപ്പോൾ കാഴ്ചകളുടെ ചിത്രമൊക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കൊണ്ട് മക്കൾ എന്ത് ചെയ്യണം? ഓമന കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കിയതിന് ശേഷം അതിനെക്കുറിച്ചിട്ട് ഒരു ചെറിയ വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ തന്നിട്ടുള്ള ചിത്രങ്ങളൊക്കെ നോക്കുക കേട്ടോ. എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം മക്കൾ വിവരണം തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നോക്കിക്കേ മക്കളെ. നിറയെ തോരണങ്ങൾ കെട്ടി അലങ്കരിച്ച ഉത്സവപ്പറമ്പ്, പല നിറത്തിലുള്ള ബലൂണുകൾ, പൊരി, ഐസ്ക്രീം എന്നിവ കച്ചവടം നടത്തുന്നവർ, പിന്നെ ഉത്സവപ്പറമ്പിൻ്റെ അരികിലൂടെ വളകളും പുത്തൻ ഉടുപ്പുകളും വിൽക്കുന്ന സ്ത്രീകൾ, കൈനോട്ടക്കാർ, നെറ്റിപ്പട്ടം കെട്ടി നിരന്നു നിൽക്കുന്ന ആനകൾ, സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന വിവിധ തരം പരിപാടികൾ, വായുവിലൂടെ ഉയർന്നു പൊങ്ങുന്ന വിവിധ തരത്തിലുള്ള
നിറത്തിലുമുള്ള ബലൂണുകളും മുത്തുകുടകളും തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടങ്ങൾ തുടങ്ങി നിരവധി കാഴ്ചകൾ ഓമന കണ്ടിട്ടുണ്ടാവും. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മക്കൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് കൂട്ടുകാരുടെ മലയാളവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. എന്നിട്ട് എക്സാം കഴിഞ്ഞതിന് ശേഷം എക്സാം ഈസി ആയിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.